ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മൂത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ഉദ്യമത്തിൻ്റെ ഭാഗമാണിത്. ഇന്ന് 16-ാമത്തെ ദിവസം. ഈ വേദപുസ്തക വായനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 46-ാമത്തെ അധ്യായം. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർഷേബയിലെത്തി തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കുമെന്ന് അരുളി ചെയ്തു. പിന്നെ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രയീമിലെത്തി. അവൻ തൻ്റെ പുത്രീപുത്രന്മാരെയും പൗത്രീപൗത്രന്മാരെയും തൻ്റെ സന്തതികളെ ഒക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: യാക്കോബും അവൻ്റെ പുത്രന്മാരും. യാക്കോബിൻ്റെ ആദ്യജാതനായ റൂബേൻ. റൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ശിമയോൻ്റെ പുത്രന്മാർ യമുവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹർ. കനാന്യക്കാരത്തിയുടെ മകനായ ശൗൽ. ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ, കാഹത്ത്, മെരാരി. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേല, പേരസ്, സേരഹ്. എന്നാൽ ഏർ, ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസഖാരിൻ്റെ പുത്രന്മാർ തോല, പൂവ, യോബ്, ഷിമ്രോൻ. സെബുലൂൻ്റെ പുത്രന്മാർ സേരദ്, ഏലോൻ, യഹ്ലയേൽ. ഇവർ ലേയുടെ പുത്രന്മാർ. അവൾ അവരെയും യാക്കോബിൻ്റെ മകളായ ദീനായെയും അവന് പദ്ദൻ ആരാമിൽ വെച്ച് പ്രസവിച്ചു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ 33 പേരായിരുന്നു. ഗാദിൻ്റെ പുത്രന്മാർ സിഫ്യോൻ, ഹഗ്ഗി, ശൂനി, യസ്ബോൻ, ഏരി, അരോദി, അരേലി. ആശേരിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇശ്വ, ഇശ്വി, ബെരിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ഇവർ ലാബാൻ തൻ്റെ മകളായ ലേയ്ക്ക് കൊടുത്ത സിൽപ്പായുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ പുത്രന്മാർ യോസേഫ്, ബെന്യാമീൻ. യോസഫിന് മിസ്രൈം ദേശത്ത് മനശ്ശെയും എഫ്രായിമും ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു. ബെന്യാമീൻ്റെ പുത്രന്മാർ ബേല, ബേഖർ, അശ്ബൽ, ഗേര, നാമാൻ, ഏഹി, രോഷ്, മുപ്പീം, ഹുപ്പീം, ആരത്ത്. ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാം കൂടി 14 പേർ. ദാന്റെ പുത്രന്മാർ ഹൂശീം. നഫ്താലിയുടെ പുത്രന്മാർ യഹസൽ, ഗൂനി, ഏസർ, ഷില്ലേം. ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹായുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു. എല്ലാം കൂടി 7 പേർ. യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടിപ്രദേശത്തു നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ 66 പേർ. യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്ന യാക്കോബിൻ്റെ കുടുംബം ആകെ 70 പേർ. എന്നാൽ ഗോശനിലേക്ക് യോസേഫ് തനിക്ക്
വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവൻ്റെ അടുക്കൽ മുമ്പിട്ടയച്ചു. ഇങ്ങനെ അവർ ഗോഷെൻ ദേശത്ത് എത്തി. യോസെഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യോസഫിനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ യോസേഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട്, കനാൻ ദേശത്തു നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും. അവർ ഇടയന്മാരാകുന്നു. കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവിൻ. എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രയീമ്യർക്ക് വെറുപ്പല്ലോ. ഉൽപ്പത്തി പുസ്തകം 47-ാമത്തെ അധ്യായം. അങ്ങനെ യോസെഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവിടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്ന് ഗോശെൻ ദേശത്ത് ഇരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു. പിന്നെ അവൻ തൻ്റെ സഹോദരന്മാർ 5 പേരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട്, നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട്, അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു. ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോശെൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ ഫറവോനോട് പറഞ്ഞു. ഫറവോൻ യോസഫിനോട്, നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. മിസ്രയീം ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം. അവർ ഗോശെൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ. അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വയ്ക്കുക എന്ന് കൽപ്പിച്ചു. യോസെഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു. അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട്, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരം ആയിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. അനന്തരം യോസെഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപാർപ്പിച്ചു. ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രയീം ദേശത്തിലേക്കും നല്ല ഭാഗമായ റയം സേസ് ദേശത്ത് അവകാശവും കൊടുത്തു. യോസെഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്തു രക്ഷിച്ചു. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസെഫ് മിസ്രയീം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു. പണം യോസെഫ് ഫറവോൻ്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. മിസ്രയീം ദേശത്തും കനാൻ ദേശത്തും പണം ഇല്ലാതെയായപ്പോൾ മിസ്രയീമ്യരൊക്കെയും യോസഫിൻ്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾക്ക് ആഹാരം തരേണം, ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നത് എന്തിന്? പണം തീർന്നുപോയി എന്ന് പറഞ്ഞു. അതിന് യോസെഫ്, നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ. പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കുതിര, ആട്, കന്നുകാലി, കഴുത എന്നിവയെ യോസെഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു. ആ ആണ്ടിൽ അവിടെ കന്നുകാലികളെല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു. ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഞങ്ങളുടെ പണം ചെലവായി, മൃഗക്കൂട്ടങ്ങളും യജമാനന് ചേർന്നു. ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളുമല്ലാതെ യജമാനന് മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറയ്ക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുമ്പിൽ എന്തിന് നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം. ഞങ്ങൾ നിലവുമായി ഫറവോന് അടിമകളാകട്ടെ. ഞങ്ങൾ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും
ഞങ്ങൾക്ക് വിത്തു തരേണം. അങ്ങനെ യോസേഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി. ക്ഷാമം പ്രബലപ്പെടുക കൊണ്ട് മിസ്രൈമർ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം ഫറവോനായി. ജനങ്ങളെയോ അവൻ മിസ്രൈം ദേശത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടി നീക്കി പാർപ്പിച്ചു. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു. ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. യോസേഫ് ജനങ്ങളോട്, ഞാനിന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് വിത്തിത, നിലം വിതച്ചുകൊള്ളുവിൻ. വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് 1/5 കൊടുക്കണം. 4 ഓഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവർ, നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു. യജമാനന് ഞങ്ങളോട് ദയുണ്ടായാൽ മതി. ഞങ്ങൾ ഫറവോന് അടിമയായിക്കൊള്ളാം എന്ന് പറഞ്ഞു. 1/5 ഫറവോന് ചെല്ലണം എന്നിങ്ങനെ യോസേഫ് മിസ്രൈമിലെ നിലങ്ങളെ സംബന്ധിച്ച് വച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു. പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോന് ചേർന്നിട്ടില്ല. ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശേൻ ദേശത്ത് പാർത്തു. അവിടെ അവകാശം സമ്പാദിച്ച് ഏറ്റവും സന്താന പുഷ്ടിയുള്ളവരായി പെരുകി വന്നു. യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് 17 സംവത്സരം ജീവിച്ചിരുന്നു. യാക്കോബിൻ്റെ ആയുഷ്കാലമാകെ 147 സംവത്സരം ആയിരുന്നു. ഇസ്രായേൽ മരിപ്പാനുള്ള കാലം അടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസഫിനെ വിളിപ്പിച്ച് അവനോട്, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെ മിസ്രൈമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര കൊള്ളുമ്പോൾ എന്നെ മിസ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കണം എന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു. എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു. അവൻ സത്യം ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലക്കൽ നമസ്കരിച്ചു. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം. അനന്തരം യോസഫിന്, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രായിം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു. നിന്റെ മകൻ യോസേഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിൽമേലിരുന്നു. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രായിമും എനിക്കുള്ളവർ ആയിരിക്കട്ടെ. രൂബേനും ശിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. ഞാൻ പദ്ദനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബെത്ലഹേം എന്ന എഫ്രാത്തിന് വഴിയരികെ അടക്കം ചെയ്തു. ഇസ്രായേൽ യോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാൺമാൻ വഹിയാതെ ആയിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യോസേഫ് അവരെ അവൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ യോസേഫ് എഫ്രായിമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടങ്കൈക്ക് നേരെയും മനശ്ശയെ ഇടങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലങ്കൈക്ക് നേരെയുമായി ഇങ്ങനെ 2 പേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. ഇസ്രായേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രായിമിൻ്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ
പിണച്ചുവെച്ചു. പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെ പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൻ വലങ്കൈ എഫ്രായിമിൻ്റെ തലയിൽ വെച്ചു എന്ന് യോസേഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രായിമിൻ്റെ തലയിൽ നിന്ന് മനശ്ശയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു. യോസേഫ് അപ്പനോട്, അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലങ്കൈ വയ്ക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം ഇവന് ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രായിമിനെയും മനശ്ശയെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേല്യർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രായിമിനെ മനശ്ശയ്ക്ക് മുമ്പാക്കി. യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മേവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.